ഷാനു പോണത്? ഒരു പെണ്ണിനെ തേച്ചു വിചാരിച്ച് ഞാൻ ഈ പെരയിൽ ഒതുങ്ങി കൂടാൻ വിചാരിക്കണില്ല. ഓൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിക്കണ അറിയോ? സിനിമ കൊണ്ടേ, ബീച്ച് കൊണ്ടേ, എന്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട കമ്പനിത്തെ ജോലി വരെ ഓൾക്ക് വേണ്ടി ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇനി ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിയ ഐഫോൺ വരെ ഓൾക്ക് കൊടുത്ത്. എന്നിട്ടാണല്ലോ ഓളിനോട് ചെയ്തത്. എന്നാ മോനെ എവിടെയും പോയി രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ രക്ഷപ്പെടാൻ തന്നെ നോക്കുകയാണ്. എന്റെ കൂട്ടുകാരന്റെ ഒപ്പം ഗൾഫിൽ നിന്ന് വന്നിക്കണേ. മൂപ്പരോടൊന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ. മൂപ്പരെല്ലാം ശരിയാക്കി തരാം. അതിനെ കുറിച്ച് എന്റെ മോൻ എല്ലാം പറഞ്ഞു തന്നു. ദുബായിലൊരു ഡ്രൈവർ വേക്കൻസി ഉണ്ട്, അതെനിക്ക് പറ്റുമോ? ഡ്രൈവിംഗ് ഒക്കെ എനിക്കറിയാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അവിടെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയണേക്കുണ്ട്. അതിനെന്തിനാ ബേജാറാണ്? അജ്മാൻ നമ്മളെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് സ്കൂളില്ലേ, അവിടെ പോയി ജോയിൻ ചെയ്ത ലൈസൻസിന്റെ കാര്യം എല്ലാവരും ശരിയാക്കി തരും. ഫ്രണ്ട്സ്, ദുബായിൽ നമ്മളെല്ലാവരും ആദ്യം എത്തിയാൽ എടുക്കാൻ നോക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് അജ്മാനിലെ പ്രൊഫഷണൽ കാർസ് ആൻഡ് ഡ്രൈവിംഗ് സ്കൂള്. പിന്നെ അവിടേക്ക് നിങ്ങൾ എങ്ങനെ പോകുന്ന ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിങ്ങൾ അജ്മാനിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ അവർ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഇവിടെ ജെൻസ് ഇൻസ്ട്രക്ടേഴ്സ് മാത്രമല്ല കേട്ടോ, ലേഡീസും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ ലാംഗ്വേജസും ഇവിടെ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, എല്ലാ എമിറേറ്റ്സിനും വിസ ഫയൽ വരെ ഓപ്പൺ ആയി കൊടുക്കും. പിന്നെ ബൈക്കിന്റെ ആണെന്നുണ്ടെങ്കിലും കാറിന്റെ ആണെന്നുണ്ടെങ്കിലും ഫയൽ വരെ ഓപ്പൺ ആയി കൊടുക്കും. ഒറ്റയടിക്ക് ലൈസൻസ് എടുക്കാനുള്ള എമൗണ്ട് അടക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനായിട്ട് നമ്മളെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് സ്കൂൾ ടാബ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതായത് EMI ഓപ്ഷൻ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇവരെ ലൊക്കേഷൻ വരുന്നത് അൽബുസ്താൻ അജ്മാനിലാണ് കേട്ടോ. ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനത് അടിയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ Instagram ID യിലും കോൺടാക്ട് ചെയ്താൽ മതി.